പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോക്ക് കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന സമയത്ത് റസൽമീനിയ 40 പ്രൊഡക്ഷൻ ട്രക്കിൽ ജോൺ സിന, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് തുടങ്ങിയവരുടെ ഫോട്ടോ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇവർ എന്തിനാണ് കൂടുതൽ സമയം ആ ഒരു ഫുട്ടേജ് ചിത്രീകരിച്ചത്, അതുകൊണ്ട് എന്തെങ്കിലും സ്റ്റോറി ലൈനിൽ അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ ജെ ഊസോ, ഷിൻസ്കെ നാക്കമോറ തുടങ്ങിയവരുടെ സിംഗിൾസ് മത്സരത്തിൽ സോളോസിക്കോവ, ജിമ്മി ഊസോ തുടങ്ങിയവർ വന്ന് ജെയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് കോഡിയും സെത്തും വരുന്നുണ്ട്. എന്നാൽ സെത്തിനെ പിന്നീട് ഡ്രൂ വന്നിട്ട് DDT എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തിയ കോഡി റോഡ്സിനെ റോക്ക് ബാക്കിലൂടെ വന്ന് പിന്നീട് ബ്രൂട്ടലായി ആക്രമിക്കുന്നതും കോഡി റോഡ്സിൻ്റെ നെറ്റി പൊട്ടി ചോര വരുന്നതോട് കൂടിയിട്ടാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നാൽ ഇതിന് ഇടയിലാണ് റസൽമീനിയ 40 അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ ട്രക്കിൽ ജോൺ സിന, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് തുടങ്ങിയവരെ കുറച്ചു നേരം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഇത്ര നേരം ഫോക്കസ് ചെയ്തത് അത് ഇൻസിഡൻസ് അല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് WWE മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് നിലവിൽ റസൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 100% കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ട്രക്കിൽ മറ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ പ്രൊഡക്ഷൻ ട്രക്കുള്ള കുറച്ച് ട്രക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സീന, സ്റ്റോൺ ഗോൾഡ് തുടങ്ങിയവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രക്കിൻ്റെ പിക്ചർ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി ലൈനിൽ ഇവർക്ക് എന്തോ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്റ്റായി അവർ മെൻഷൻ ചെയ്ത് പോകുന്നത്. അതായത് റസൽമീനിയ 40 കോഡി റോഡ്സിൻ്റെ മത്സരത്തിൽ ജോൺസിനെയോ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റാണ് റസൽ വോട്സ് ഇൻഡയറക്റ്റായി പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ആ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ജോൺ സിന തുടങ്ങിയവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുവരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ WWE ഫേസ് ഓഫ് ദി കമ്പനി ആയിരുന്നു. അപ്പോൾ റസൽമീനിയ 40 റോമനും കോഡിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതിൽ കോഡി റോഡ്സിന് വിജയിക്കാൻ സാധിച്ചാൽ കോഡി റോഡ്സ് ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് ഇനി കുറച്ചധികം വർഷങ്ങൾ WWE ടോപ്പ് സ്റ്റാറായിട്ട് മാറും. അപ്പോൾ അവിടെ കോഡി റോഡ്സിനെ ഫേസ് ഓഫ് ദി കമ്പനി എന്നുള്ളൊരു നിലയിൽ കാണിക്കാൻ WWE ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു ഫോട്ടോ കാണിക്കലിലൂടെ WWE ഇൻഡയറക്റ്റായി പറഞ്ഞു പോകുന്ന ഒരു ഭാഗമായേക്കാം. അതുപോലെ തന്നെ റസൽമീനിയ 40 റോക്കിൻ്റെ എക്കാലത്തെയും വലിയ 2 ശത്രുക്കളായ ജോൺ സിന, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഇൻ്റർഫിയറൻസ് നടത്തി റോക്കിൻ്റെ കൂടെയുള്ള കസിൻ എന്ന റോമൻ റെയിൻസിൻ്റെ മത്സരത്തിൽ മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കോഡി റോഡ്സിന് സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം എന്നുള്ളതും ആ ഒരു പിക്ചർ കാണിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ സീന, സ്റ്റോൺ ഗോൾഡ് തുടങ്ങിയവർക്ക് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നു. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.